ഹലോ ഫ്രണ്ട്സ്, യൂട്യൂബിൽ ഒരു ഉടനെ ട്രെൻഡിങ് ആയിട്ടുള്ള അറേബ്യൻ മാംഗോ ഫുഡിംഗ് ആണ് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. ദിസ് ഇസ് ധന്യ സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. അപ്പോൾ നമ്മളിവിടെ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്, കുറച്ച് പാലും എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡർ നമ്മൾ ഒരു 1/4 കപ്പ് പാലിലോട്ട് നല്ല പോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ മിക്സാക്കി എടുക്കുമ്പോൾ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കട്ട പിടിക്കാതെ സുഗമമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ കസ്റ്റർഡ് പൗഡർ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇത് ഈ പാലിലോട്ട് മിക്സാക്കി നമ്മൾ എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള കസ്റ്റർഡ് പൗഡറും കൂടി ഇതുപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുത്ത് മെൽറ്റാക്കി എടുക്കാം. നമുക്ക് ഒരു ഫ്രൈ പാനിലോട്ട് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ പാൽ നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വരണം. ആ സമയത്ത് നമ്മൾ ആദ്യം കലക്കി വെച്ച കസ്റ്റർഡ് പൗഡറും പാലും കൂടിയിട്ടുള്ള മിക്സ് നമുക്ക് ഈ ഒരു കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ മാങ്ങയുടെ പൾപ്പ് ഓൾറെഡി ഫ്രീസറിൽ സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. ഫ്രഷ് മാങ്ങ എടുക്കുന്ന ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് ജ്യൂസാക്കി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ അത്യാവശ്യം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത പഞ്ചസാരയും മെൽറ്റായിട്ടുണ്ട്. നമുക്ക് പാലിൽ മിക്സാക്കി വെച്ച് നമ്മുടെ കസ്റ്റർഡ് പൗഡർ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്ത് അപ്പോൾ തന്നെ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കട്ട പിടിക്കുന്നതായിരിക്കും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കട്ട പിടിക്കാതെ നല്ല പോലെ ഒന്ന് കുറുകി വരുന്നവരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജായ ധന്യ സോണി എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് തീ ഒന്ന് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇരുന്ന് കുറുകി വരുന്നതായിരിക്കും. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങയുടെ പൾപ്പാണ് ഇത് ഈ ഒരു കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ചൂടൊക്കെ ആറിയതിന് ശേഷം നമ്മൾ ഈ ഒരു മാങ്ങയുടെ പൾപ്പ് ഇതിലോട്ട് ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുക. നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതുപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ 4 സൈഡും ബ്രൗൺ നിറത്തിലുള്ളത് ഞാൻ കട്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ഇതുപോലെ പീസാക്കിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് ഇതുപോലെ നിരത്തി കൊടുക്കുന്നുണ്ട്. നമുക്കിത് എത്ര ലെയർ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ലെയറാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്ത് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ബ്രെഡ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ലെയർ നമ്മളിപ്പോൾ മാങ്ങയുടെയും അതുപോലെ പാലും കസ്റ്റർഡ് പൗഡറുള്ള ആ ഒരു കൂട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തേക്കും ഈ ഒരു ക്രീമി ആയിട്ടുള്ള ഈ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ തേർഡ് ലെയർ ചെയ്യുന്നത് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീമിൽ അത്യാവശ്യം ലേശം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ വിപ്പിംഗ് ക്രീമിൽ പഞ്ചസാര ചേർക്കുമ്പോൾ ഒന്നെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർക്കുക. ഇതുപോലെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചധികം നേരം നമ്മൾ ബീറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീമിലോട്ട് ബാക്കി മാങ്ങയുടെ പൾപ്പും കൂടി ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്ത് നല്ല പോലെ നമ്മൾ ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു കൂട്ട് നമുക്ക് ഇനി നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡും അതുപോലെ കസ്റ്റേർഡിൻ്റെ ക്രീമിലോട്ട് നമുക്ക് തേർഡ് ലെയറായിട്ട് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതൊരു 2 സെറ്റ് വരെ ഇതുപോലെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ പാത്രത്തിൽ ഒരു ലെയർ വെച്ച് ആയിപ്പോഴേക്കും എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ക്രീം നമുക്ക് അത്യാവശ്യം എല്ലായിടത്തേക്കും നല്ല പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജായ ധന്യ സോണി എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. ഇതൊരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നമ്മൾ ഇത് 3rd ലെയർ വരെ സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി മാങ്ങയുടെ പൾപ്പും അതുപോലെ ക്രീമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നുള്ളത്. നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ മാങ്ങയുടെ പൾപ്പും ക്രീമും കൂടി ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ 1-2 മണിക്കൂറുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റാക്കി കിട്ടും. അപ്പോൾ നമുക്കത് ഫ്രീസറിൽ വെച്ചതിന് ശേഷം എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിത്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൂടി കാണിച്ചു തരാം കേട്ടോ. വളരെ സോഫ്റ്റായിട്ട് വളരെ ഈസി ആയിട്ട് വളരെ ക്രീമി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇതൊരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. ഓക്കെ, ബൈ.